ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഇഷ്യൂസ് ആണ്. ഓവർ ക്യാപിറ്റലൈസേഷനും ഇഷ്യൂസും അതിൻ്റെ റെമഡീസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. സോ ഇന്ന് ക്യാപിറ്റലൈസേഷൻ, ശരിയായിട്ടുള്ള ക്യാപിറ്റലൈസേഷൻ നടന്നില്ലെങ്കിൽ വരാവുന്ന രണ്ടാമത്തെ പ്രശ്നം അണ്ടർ ക്യാപിറ്റലൈസേഷൻ, അതിനെപ്പറ്റിയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Under capitalization occurs when a company doesn't have enough capital to fund its operations or growth effectively. Return would be higher for short-term period, but in long term, this can lead to missed opportunities, inability to cover expenses, and difficulty in expanding. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ആവശ്യമുള്ളതിൽ കൂടുതൽ ക്യാപിറ്റൽ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുക. അണ്ടർ ക്യാപിറ്റലൈസേഷൻ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ആവശ്യമുള്ള അത്രയും ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ കാണില്ല. നമ്മൾ മിനിമത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഓടിച്ചോടിച്ച് കൊണ്ടുപോകും. അപ്പം നമുക്ക് എന്താ വരുന്നത്? അധികം ക്യാപിറ്റൽ റേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ കുറച്ച് കൊടുത്താൽ മതി. സോ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ അത് ലാഭമാണ്. കുറഞ്ഞ ക്യാപിറ്റലും കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഷോർട്ട് ടൈം പീരീഡിനെ സംബന്ധിച്ച് നല്ലതാണ്. പക്ഷേ ലോങ് ടൈമിലോട്ട് വരുമ്പോഴത്തേക്കും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ക്രൈസിസ് വരുവാണെങ്കിൽ കാശെടുത്ത് ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോഴത്തേക്കും അതും ബിസിനസ് ക്ലോഷറിലോട്ട് വഴിതെളിക്കാം. സോ ഓവർ ക്യാപിറ്റലൈസേഷൻ പോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷനും വളരെ ഡേഞ്ചറസ് ആണ്. ബിസിനസ്സിൻ്റെ നടത്തിപ്പിനെ അത് വളരെ ദോഷകരമായി ബാധിക്കും. എക്സാമ്പിൾ നോക്കാം. Imagine an Indian startup needs 10 crore to launch a new product line, but can only raise 5 crore. Due to this undercapitalization, the company might not be able to produce enough inventory, market the product effectively, or hire essential staff. Consequently, the company might miss market opportunities, struggle with cash flow issues, and fail to compete with better funded rivals, അൾട്ടിമേറ്റ്ലി ഹിൻഡറിങ് ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് സക്സസ്. ഒരു കമ്പനി 10 കോടി രൂപ വേണ്ടിടത്ത് 5 കോടി രൂപയിൽ നടത്താൻ നോക്കിയാൽ ബാക്കിയുള്ള റൈവലറീസുമായിട്ട് അതിന് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ളവരുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, നമ്മുടെ കയ്യിലില്ല. ഒരു മെയിൻ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നോക്കുക. ഇപ്പം 10 ലക്ഷത്തിന് കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് ആ റോഡ് പണി അവർ തീർക്കും. ആ 9 ലക്ഷം ലാഭമാണ് കോൺട്രാക്ടർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു റോഡ് 5 ദിവസത്തിനുള്ളിൽ പൊളിയും, വീണ്ടും അത് പണിയേണ്ടി വരും. അപ്പോൾ എത്ര രൂപയുടെ നഷ്ടമാണ് ഇൻ എഫക്റ്റ് വരുന്നത്? വീണ്ടും അടുത്ത 10 ലക്ഷം രൂപയ്ക്ക് ആ റോഡ് ഒന്നുകൂടെ പണിയേണ്ടി വരും. സോ ഇൻ എഫക്റ്റ് പറയുവാണെങ്കിൽ 9 ലക്ഷം രൂപ, പലരുടെ കയ്യിലാണ് ഈ ലാഭവും നഷ്ടം എന്നൊക്കെ പറഞ്ഞാലും ഇൻ എഫക്റ്റ് ഒരു ഗവൺമെൻറ്റിൽ നിന്നാണല്ലോ വരുന്നത്. ഗവൺമെൻറ്റിനെ കമ്പനിയായിട്ട് വെക്കുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവാകേണ്ടടുത്ത് ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ ചിലവായി. സോ ഇതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ ഇഷ്യൂ. അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. 5 lakh rupees ആനുവലി ഏൺ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 20 lakh ആണ്. ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണെങ്കിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അപ്പം 5 lakh ഡിവൈഡഡ് ബൈ 12% ചെയ്യുമ്പോഴത്തേക്കും 41 lakh ആണ്. 66,667 ആണ് നമ്മുടെ പ്രോപ്പറായിട്ട് വേണ്ട ക്യാപിറ്റൽ. കമ്പനി എത്ര റേസ് ചെയ്തിട്ടുള്ളൂ? 20 lakh. അപ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ മൈനസ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ. 41,60,000 ചിലവാനും രൂപ വേണ്ടടുത്ത് 20 ലക്ഷം കൊണ്ട് ബിസിനസ് ഓടിക്കാമെന്ന് നോക്കി അങ്ങനെ വരുന്ന ഒരു കേസിൽ 21,60,000 ചിലവാനും രൂപയുടെ ക്യാപിറ്റലിൻ്റെ കുറവുണ്ടാകും കമ്പനിയിൽ. അപ്പം എങ്ങനെ പോയാലും ലോങ് ടൈമിലോട്ട് ആ കമ്പനിക്ക് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി നമുക്ക് കോസസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ നോക്കാം. ഫസ്റ്റ്ലി, ഇൻസഫിഷ്യൻറ്റ് ഇനീഷ്യൽ ഫണ്ടിങ്. ഇനീഷ്യൽ ഫണ്ടിങ് കുറവാണെങ്കിൽ അത് അണ്ടർ ക്യാപിറ്റലൈസേഷനോട് നയിക്കാം. ഇപ്പം കമ്പനിയുടെ കയ്യിൽ ആദ്യമായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പം അത്രയും കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടാവാം. എന്തുകൊണ്ടാണേലും നമുക്ക് ആവശ്യമുള്ളതിൽ കുറവ് ക്യാപിറ്റലാണ് നമ്മൾ റേസ് ചെയ്യുന്നതെങ്കിൽ അത് ഫ്യൂച്ചറിലെ അണ്ടർ ക്യാപിറ്റലൈസേഷന് വരെ കാരണമാകാം. നെക്സ്റ്റ് ആണ്
പുവർ ഫിനാൻഷ്യൽ പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്, ഭാവിയിൽ ഈ ഒരു എക്സ്പെൻസൊക്കെ വരും, അതിനുള്ള ക്യാപിറ്റൽ നമ്മുടെ കാണണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്നായാലും അണ്ടർ ക്യാപിറ്റലൈസേഷനിലോട്ട് പോകും കാര്യങ്ങൾ. നെക്സ്റ്റാണ് ഹൈ ഗ്രോത്ത് റേറ്റ്. ഒരുപാട് ഗ്രോത്ത് റേറ്റ് ഉള്ള കമ്പനികൾ, എക്സ്പാൻഷനൊക്കെ ഒരുപാട് ആവശ്യമുള്ള കമ്പനികളിൽ പെട്ടെന്ന് തന്നെ അണ്ടർ ക്യാപിറ്റലൈസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലെല്ലാം ആ രീതിയിൽ ചോർന്നു പോകും. നെക്സ്റ്റ് ഇഷ്യൂ ആണ് ഇനാഡിക്വേറ്റ് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് ആക്സസ് കിട്ടാത്തത്. കമ്പനിക്ക് ക്യാപിറ്റൽ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ റേസ് ചെയ്താലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാത്തൊരവസ്ഥ, അതും അണ്ടർ ക്യാപിറ്റലൈസേഷനിലോട്ട് നയിക്കാം. നെക്സ്റ്റാണ് ലോ പ്രോഫിറ്റ് മാർജിന്. കമ്പനിക്ക് ലോ പ്രോഫിറ്റ് മാർജിൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബിസിനസ്സിലോട്ട് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതും അണ്ടർ ക്യാപിറ്റലൈസേഷന് കാരണമാകാം. നെക്സ്റ്റ് ആണ് ഇക്കണോമിക് ഡൗൺ ടേൺസ്. ഇപ്പോൾ ഇക്കണോമിക് റിസഷൻ്റെ ഒക്കെ ടൈമിലാണെങ്കിൽ ലോൺ കിട്ടാനോ അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. സോ അതും അണ്ടർ ക്യാപിറ്റലൈസേഷനിലോട്ട് വഴിതെളിക്കാം. നെക്സ്റ്റ് ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ബിസിനസ് എടുത്ത, അതായത് 10 ലക്ഷം രൂപയാണ് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലെങ്കിൽ അത് മൊത്തം ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ളൂ, അതുപോലെ ചിലവാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ. അപ്പം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലൊക്കെ തീർന്ന് അണ്ടർ ക്യാപിറ്റലൈസേഷനിലോട്ട് മാറാം. സോ ഇനി കോൺസിക്വൻസസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ നോക്കാം. അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ ഫസ്റ്റ് കോൺസിക്വൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ആവശ്യത്തിന് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പുതിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമല്ല ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ ആ മാർക്കറ്റ് നമുക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗ്രോത്തിനും എക്സ്പാൻഷനും അണ്ടർ ക്യാപിറ്റലൈസേഷൻ തടസ്സമാണ്. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ്. ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ പ്രവർത്തനങ്ങൾ തന്നെ അവതാളത്തിലാവും. നെക്സ്റ്റാണ് ഇൻക്രീസ്ഡ് ഡെപ്റ്റ് ബർഡൻ. കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ കയ്യിലില്ലെങ്കിൽ ഒരുപാട് ബോറോവിങ്സ് ബിസിനസ് നടത്തേണ്ടി വരും. കടം വാങ്ങിച്ച് ആ കടം വീട്ടാൻ പിന്നെയും കടം വാങ്ങിച്ച് അങ്ങനെ ആ ഒരു ബിസിനസ് ക്ലോഷറിലോട്ട് പോകാൻ കാരണമാകും. നെക്സ്റ്റ് പുവർ മാർക്കറ്റ് റെപ്യൂട്ടേഷൻ. ആവശ്യത്തിന് കാശില്ലാത്തവരുടെ, ഇപ്പം നമ്മൾ സാധാ മനുഷ്യരുടെ കേസിൽ ഓർത്ത് നോക്കി, ആവശ്യത്തിന് കാശ് അവരുടെ കയ്യിലില്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ കുറവായിരിക്കും. നെക്സ്റ്റ് ആണ് വരുന്നത് ഡിഫിക്കൽറ്റി ഇൻ അട്രാക്റ്റിംഗ് ടാലൻറ്റ്. ആവശ്യത്തിന് ഫണ്ടില്ലെങ്കിൽ അവർക്ക് എംപ്ലോയീസിന് കൃത്യമായിട്ട് സാലറി കൊടുക്കാനുള്ള കാശ് കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല കേപ്പബിളുള്ള എബിലിറ്റിയുള്ള എംപ്ലോയീസിനെ കമ്പനിക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള എംപ്ലോയീസ് ഇല്ലെങ്കിൽ കമ്പനി ഒരിക്കലും വളരില്ല. നെക്സ്റ്റാണ് ക്യാഷ് ഫ്ലോ പ്രോബ്ലം. ഓരോ ദിവസവും വേണ്ട ചിലവുകളുണ്ടല്ലോ, അത് നടത്താൻ പോലും കമ്പനിയിൽ പെട്ടെന്ന് കാശെടുക്കാനായിട്ട് കാണില്ല. നെക്സ്റ്റാണ് ഹൈ റിസ്ക് ഓഫ് ബാങ്ക്രപ്സി. അൾട്ടിമേറ്റ്ലി ഇത് ബാങ്ക്രപ്സിയിലോട്ടൊക്കെ വഴിതെളിക്കാം. അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ്നെസ് കുറയ്ക്കും, റെഡ്യൂസ്ഡ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ആ ഒരു അവരുടെ ഒപ്പത്തിനൊപ്പം മത്സരിച്ച് നിൽക്കാനുള്ളൊരു ശക്തി അണ്ടർ ക്യാപിറ്റലൈസ്ഡ് ഫേംസിന് കാണില്ല. ഇനി റെമഡീസ് നോക്കാം. റെമഡീസ് എന്ന് പറഞ്ഞാൽ മെയിൻ റെമഡി ഇത് തന്നെയാണ്, അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുക. എപ്പോഴും മിനിമത്തിൽ നിന്ന് കളിക്കാതെ ഒരു എക്സ്ട്രാ എമൗണ്ട് കൈ കാണണം. അത് ഒരുപാട് ഓവറായി പോയാൽ ഓവർ ക്യാപിറ്റലൈസേഷനോട്ട് പോകും. എന്നാലും ഒരു അപ്രോപ്രിയേറ്റ് ലെവലിൽ നിൽക്കുന്ന രീതിയിൽ അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴും ബിസിനസ്സിൻ്റെ കയ്യിൽ കാണണം. ഓക്കെ. അതുപോലെ ഡെപ്റ്റ് ഫിനാൻസിലൊരു ബാലൻസ് വേണം. അതായത് ഡെപ്റ്റ് എപ്പോഴും ലോ കോസ്റ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ ഡെപ്റ്റായാൽ അത് ബിസിനസ്സിനെ ദോഷകരമായിട്ട് ബാധിക്കും. നെക്സ്റ്റാണ് ഇംപ്രൂവിങ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക. ഇന്ന് എന്തൊക്കെ എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, അതിനുള്ള കാശ് കയ്യിലുണ്ടോ, ആ കാശില്ലെങ്കിൽ എങ്ങനെ നമുക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, നാളത്തെ കാര്യം എങ്ങനെയാണ്, അങ്ങനെ കൃത്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് വേണം. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ. ഓവർ കോസ്റ്റായ അത് അണ്ടർ ക്യാപിറ്റലൈസേഷന് കാരണമാവെന്ന് പറഞ്ഞു. സോ കോസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ബിസിനസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ക്യാപിറ്റൽ മിച്ചം വരും ബിസിനസ്സിൽ. അതുപോലെ ഇൻക്രീസിങ് പ്രോഫിറ്റ് മാർജിൻ, പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് എൻഹാൻസ് ചെയ്യുക. അത് നമുക്ക് ക്യാപിറ്റലൈസേഷൻ അണ്ടർ ക്യാപിറ്റലൈസേഷനിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗ്ഗമാണ്. അതുപോലെ റീഇൻവെസ്റ്റിംഗ് ഓഫ്
പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് വളർത്താനായിട്ട് നോക്കുക. വീണ്ടും ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഇതിലോട്ട് പോവാതെ ആ ഒരു അതിനുള്ള പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കണം. ആ രീതിയിൽ എഫിഷ്യൻ്റായി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഇഷ്യൂ വരില്ല. അതുപോലെ വരുന്ന റെമഡിയാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. നല്ല രീതിയിൽ ഫണ്ടിങ് അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ തരാൻ പറ്റുന്ന പാർട്ട്നേഴ്സുമായിട്ട് സഹകരിച്ച് ബിസിനസ് നടത്താം. അതുപോലെ അസറ്റ് ഒപ്റ്റിമൈസേഷൻ, അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള അസറ്റ്സൊക്കെ നമുക്ക് വിറ്റ് കാശാക്കി അതിലൂടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അസറ്റ് മാത്രമേ ബിസിനസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്തി വർക്ക് ചെയ്യുമ്പോഴും അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഒഴിവാക്കാം. സോ ഇത്രയൊക്കെയാണ് അണ്ടർ ക്യാപിറ്റലൈസേഷനെ പറ്റി പഠിക്കാനുള്ളത്. ഒരു ബിസിനസ്സിന് ആവശ്യമായതിലും കുറവ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ക്യാപിറ്റൽ ഇപ്പം 1 ലക്ഷം രൂപ ലാഭം ഇടുന്ന കമ്പനി 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ആ ഒരു റൂളെങ്കിൽ 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി 10 ലക്ഷം രൂപ ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കണം. ഇത് ലാഭിക്കാൻ വേണ്ടി ഇവർ 5 ലക്ഷം ക്യാപിറ്റലിന് ബിസിനസ് നടത്തുവാണെന്ന് വെച്ചോ. ആദ്യം കുറച്ച് നാൾ നല്ല സ്മൂത്തായിട്ട് പോകും. പക്ഷേ പിന്നെ നമുക്ക് ഒരാവശ്യത്തിന് ചെറിയ ഒരു ഇൻവെൻട്രി വാങ്ങാനോ റോ മെറ്റീരിയൽ വാങ്ങാനോ എംപ്ലോയീസിന് സാലറി കൊടുക്കാനോ ഒന്നും നമ്മുടെ കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥയിലോട്ട് അറ്റ് ദ എൻഡ് ഇത് പോവും. അപ്പം നമ്മുടെ കയ്യിൽ കറക്റ്റ് കാശില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടിയ ഇൻട്രസ്റ്റിന് നമ്മൾ പെട്ടെന്ന് കാശ് കിട്ടാൻ വേണ്ടി ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ബിസിനസ്സിൻ്റെ ബാധ്യത ആയി. അങ്ങനെ അറ്റ് ദ എൻഡ് ബിസിനസ് ക്ലോഷറിലോട്ട് വരെ ഈ ഒരു അണ്ടർ ക്യാപിറ്റലൈസേഷൻ നയിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.